ഹലോ. അപ്പൊ അപ്പോ നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ, ഒരു ഈവനിങ് വ്ളോഗ് അല്ലേ. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. നാളെ നമുക്ക് റിയുവിൻ്റെ പാസ്പോർട്ട് എടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ വടകര പോകണം. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഈവനിങ് തന്നെ പോവാണ്. കൂടാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നാളെ എൻ്റെ അനിയത്തിന്റെ ബർത്ത്ഡേ ആണ്. പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി വരാം. ഓക്കെ, ഇത് നോക്കിയാൽ ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ച കണ്ടിട്ട് ഒരാളും കൂടെ വെച്ച. അപ്പൊ നമ്മൾ മോന്താല് വഴിയാണ് കേട്ടോ പോകുന്നത്. ഞാൻ മോന്താലൊന്നും കൂടെ കാണിച്ചു. അപ്പോൾ എന്നും പറയുന്ന പോലെ വൈകുന്നേരങ്ങളിൽ ഈ മോന്താൽ വഴിയുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ കസിൻസൊക്കെ ഈ മെയിൻ റോഡ് വഴി പാസ് ചെയ്യാൻ ഇതാ താഴോട്ടേക്കുള്ള റോഡ് ഇറങ്ങിയാൽ നേരെ എൻ്റെ വീട്ടിലേക്ക് എത്തും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല വിശപ്പ്, പിന്നെ ഒന്നും നോക്കിയില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പുതുതായി സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു AFC. അപ്പോൾ പിന്നെ നേരെ അവിടെ ചെന്നു എന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ആയി ബർഗറൊക്കെ കഴിച്ചിട്ട്. ഞങ്ങളൊരു 2-3 മാസമായി ഇപ്പം പുറത്തുനിന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ കുറേ ആയതുകൊണ്ട് ബർഗർ കഴിക്കാൻ നല്ല ക്രേവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും റേയും ഇരുന്ന് കഴിച്ചു കേട്ടോ. യെസ്, അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. സ്വന്തം വീട്ടിൽ വന്നിരിക്കുന്നു. എന്തൊരു സുഖമാണ്, അത് പ്രത്യേക സുഖം. അയ്യോ വക്കേര. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ആരുമില്ല. അപ്പം നമ്മൾ അവർ വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഡോറൊക്കെ തുറന്ന് അകത്തൊക്കെ കയറി. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും അനിയത്തിയും അമ്മയും ഒക്കെ എത്തിയിട്ടോ. അവളെ ബർത്ത്ഡേ ആണ്. ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ അവൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടോ. കുറേ നേരമായി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. വന്നപ്പോൾ ഇതാ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊന്നും നമുക്കുള്ളതല്ല, അവർക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കേക്ക് കട്ടിങ്ങും അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. 12 മണിയാവാൻ സാധാരണ 12 മണിക്കായിരുന്നു കട്ട് ചെയ്യാം. പക്ഷെ വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം രാജേഷ് ഏട്ടന് പോകേണ്ടത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിന്ന്. കാണിക്ക് ഇതിൽ കാണിക്ക്. ഹാപ്പി ബർത്ത്ഡേ എന്നുണ്ട് കേട്ടോ. അതടിപൊളി. കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴാണ് അച്ഛൻ പറയുന്നത് വിശക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഞങ്ങൾ ഒന്നേന്നെടുത്ത് മാറ്റി ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാവാം കേക്ക് കട്ടിങ് എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റാക്കി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അനിയത്തി അവിടെ കേക്ക് കട്ട് ചെയ്യായിരുന്നു. ആ കേക്ക് കട്ടിങ്ങിലൊന്നുമല്ല, റേയും അവിടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കേക്ക് കഴിക്കാനൊന്നുമല്ല, അവനെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൻ ആളെ മാറും കേട്ടോ. അങ്ങനെ അവനെയും കൂടെ കൂട്ടി ചേർത്ത് നിർത്തി ഞങ്ങൾ ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ. എൻ്റെ മോനെ എൻ്റെ വീട്ടിലെത്തുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, എന്താണെന്നറിയില്ല. അങ്ങനെ അച്ചാച്ചനും അവനും കൂടെ ഒരു നേരം ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണെങ്കിലും എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊരു ഫംഗ്ഷൻ ആണെങ്കിലും അത് ആഘോഷിക്കുന്ന കാര്യത്തിൽ കട്ടക്ക സപ്പോർട്ടായിട്ട് അച്ഛനും ഉണ്ടാവും. ലൈക്ക് ചെയ്യണേ.